Lord. Praise the Lord. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് റീജിയൻ്റെ 2024 കൺവെൻഷനിൽ എനിക്ക് കടന്നു വന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയായ ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കർത്തൃദാസൻ, എൻ്റെ ചിരകാല സുഹൃത്ത്, IPC കുവൈറ്റ് റീജിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ റജിമോൻ സി ജേക്കബ് അവർകൾ, അതുപോലെ തന്നെ IPC കുവൈറ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന കർത്തൃദാസൻ, ദീർഘവർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് IPC കേരള സ്റ്റേറ്റിൽ കൗൺസിൽ മെമ്പറായിട്ടും വിവിധ ചുമതലകൾ വഹിച്ച ബഹുമാന്യനായ കർത്തൃദാസൻ, ഇപ്പോൾ IPC കുവൈറ്റ് സഭയുടെ ശുശ്രൂഷകൻ കൂടിയായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ബെൻസൺ തോമസ് അവർകൾ, IPC കുവൈറ്റ് റീജിയൻ്റെ സെക്രട്ടറിയായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന ക്രിസ്തുവിൽ എനിക്ക് വളരെ ഇഴയടുപ്പമുള്ള ബന്ധമുള്ള കർത്തൃദാസൻ, പ്രത്യേകിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് IPC താബോർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് IPC കേരള സ്റ്റേറ്റ് കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച കർത്തൃദാസനാണ് പാസ്റ്റർ അജു ജേക്കബ് അവർകൾ. ഈ റീജിയൻ്റെ സെക്രട്ടറിയായി കർത്തൃദാസൻ പ്രവർത്തിക്കുന്നത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറിയായി മഹത്വകരമായി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ജെയിംസ് എബനേസർ അവർകൾ, ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ സുനിൽ ജെയിംസ്, അതുപോലെ ട്രഷറർ ഞാൻ സ്നേഹിക്കുന്ന ബ്രദർ ജിജി ഫിലിപ്പ് അവർകൾ, KTMCCക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ സഹോദരന്മാർ, എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് NECKയുടെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ബ്രദർ റോയ് കെ യോഹന്നാൻ അവർകൾ, KTMCCയുടെ പ്രസിഡൻറ്റ് ബ്രദർ വിനോദ് കുര്യൻ, KTMCCയുടെ സെക്രട്ടറി ബ്രദർ ഷിജോ പുല്ലമ്പള്ളി, KTMCCയുടെ ട്രഷറർ ബ്രദർ ജീസ് ജോർജ്, അതുപോലെ തന്നെ കോമൺ കൗൺസിൽ മെമ്പർ ബ്രദർ സജു വി തോമസ്, KTMCCയുടെ ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ ജെറാൾഡ് ജോസഫ്, ബഥേൽ AG സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് തോമസ് അവർകൾ, കുവൈറ്റ് AG സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് ജോർജ് അവർകൾ. ഇനി ഞാൻ പേരുകൾ പറയുന്നില്ല. ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും പ്രാരംഭ ദിവസമായതുകൊണ്ടാണ് ഇത്രയും പേരുകൾ ഞാനിവിടെ ആവർത്തിച്ചത്. ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കളായ അനേക ദൈവദാസന്മാർ, സഹപ്രവർത്തകർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ പേരിപ്പം പറയുന്നില്ല. അവർക്ക് എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. എനിക്ക് വളരെ മുഖപരിചയമുള്ള, എനിക്ക് വളരെ സ്നേഹമുള്ള, ഇഴയടുപ്പമുള്ള ബന്ധമുള്ള അനേക ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനവും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് കടന്നു വരാൻ അനാദി നിർണയപ്രകാരം സർവശക്തനായ ദൈവം ബലഹീനനായ എനിക്ക് ഇങ്ങനെ അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. വെറുതെ ദൈവം ഒന്നും ചെയ്യുന്ന ദൈവമല്ല. എന്തെല്ലാം കാര്യങ്ങൾ എവിടെ സംഭവിച്ചാലും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് ഒരു മഹത്വകരമായ ഉദ്ദേശമുണ്ട്.
അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി നമ്മളിവിടെ വന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലൂടെ ഉലാവുന്നത് അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് തത്വചിന്തകളുടെ കൂമ്പാരങ്ങളല്ല, പ്രത്യുത അത് അനുഭവങ്ങളുടെ ആരോമൽ ഗീതമാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ചവർ, ഉദ്ഘാടനം ചെയ്തവരും ആശംസ പറഞ്ഞവരുമൊക്കെ പറയാനിടയായി തീർന്നു. ആമേൻ. സമാധാനം നഷ്ടപ്പെടുന്ന അന്തരീക്ഷങ്ങൾ, ആഞ്ഞ് ഉലഞ്ഞ് തകരുന്നത് പോലെ തോന്നുന്ന സാമൂഹിക സംവിധാനങ്ങൾ, എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനൊരു പ്രത്യാശയുണ്ട്. ആമേൻ. അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ പൈതലിന് മൗനമായിട്ടിരിക്കാൻ പറ്റില്ല. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ലോകത്തിലെ എന്തെങ്കിലും ഒരു ഭൗതിക നന്മ പ്രതീക്ഷിച്ചല്ല ഞാനും നിങ്ങളും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത്. ആമേൻ. ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടവരാരുമില്ല. യേശു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. യേശു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആരെല്ലാം മിണ്ടാതിരുന്നാലും, ആരെല്ലാം ആമേൻ സ്തോത്രം പറയാതിരുന്ന അനുഭവമുള്ളവൻ ദൈവത്തിന് സ്തോത്രം പറയും, ദൈവത്തെ ആരാധിക്കും. ആമേൻ. വേദപുസ്തകം പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഇന്നു രാത്രി, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് അനുഭവം തന്നിട്ടുണ്ട്. എന്നാൽ ഇന്നു രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ നടത്താൻ പോകുകയാണ്. ആമേൻ. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളെ പൊതിയാൻ പോകുകയാണ്. ദൈവികമായ ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ, ദൈവികമായ ചില അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുന്ന രാത്രിയാക്കി ഇന്ന് രാത്രിയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തം പരമായ ശക്തി, ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ഒരു വലിയ ദൈവ കൃപ ഇവിടെ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമുഖമായി പറഞ്ഞ് എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല. തിരുവചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. റോമാലേഖനം, ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 17, 18, 19, 20, 21, 22 വാക്യങ്ങൾ. Book of Romans chapter 4 verse 17 to 22. ശബ്ദമുയർത്തി നമുക്ക് വായിച്ചു കേൾക്കാം. As it is written, I have made you a father of many nations, in the presence of him whom he believed, God who gives life to the dead and calls those things which do not exist as though they did, who contrary to hope in hope believed, so that he became the father of many nations, according to what was spoken. So shall your descendants be. And not being weak in faith, he did not consider his own body already dead, since he was about 100 years old, and the deadness of Sarah's womb. He did not waver at the promise of God through unbelief, but was strengthened in faith, giving glory to God, and being fully convinced that what he had promised, he was also able to perform. And therefore it was accounted to him for righteousness. Amen. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിൻ ഇവണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ
അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവനെ നീതിയായി കണക്കിട്ടു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ ജീവൻ വ്യാപരിക്കാൻ സ്വർഗമിടയാക്കണം. അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെടണം. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടണം. അടിയൻ്റെ ബലഹീന ശബ്ദത്തെ അവിടുന്ന് ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. റോമാലേഖനത്തെക്കുറിച്ചൊരു പശ്ചാത്തലം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതി നിമിത്തം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. റോമാലേഖനം ചുരുക്കമായി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം. ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ആമേൻ, ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു നീതിമാൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. റോമാലേഖനത്തിൽ 16 അധ്യായങ്ങളുണ്ട്. അതിനകത്ത് 8 അധ്യായങ്ങൾ ദൈവം മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുകയാണ്. ആമേൻ, ആമേൻ. ലംബമായി ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യൻ ദൈവവുമായിട്ടുള്ള മുകളിലേക്കുള്ള ബന്ധം. ഒടുവിലത്തെ 8 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത് നമുക്കുണ്ടാകേണ്ട ബന്ധം ദൈവവുമായിട്ട് നമുക്കുള്ള ബന്ധം ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. വെർട്ടിക്കലായി മുകളിലേക്കുള്ള ഒരു ബന്ധം. 2 ഹൊറിസോണ്ടലായി തിരശ്ചീനമായി മനുഷ്യർ ദൈവമക്കൾ തമ്മിലൊരു ബന്ധമുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. മേളിലോട്ട് ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മേളിലത്തെ സ്നേഹം ഡിസ്കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. മേളിലോട്ടുള്ള നമ്മുടെ ബന്ധം തകരുമ്പോൾ ഇവിടുത്തെ ബന്ധങ്ങളും തകരാൻ തുടങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ മുകളിലോട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, നമുക്ക് പരസ്പരം ദൈവമക്കൾക്ക് സ്നേഹിക്കാൻ, ബഹുമാനിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒറ്റപ്പെട്ട് എല്ലാവരിൽ നിന്നും വേറിട്ട് കഴിയാനല്ല. ദൈവവുമായിട്ടും നമുക്ക് ബന്ധമുണ്ടാകണം, മനുഷ്യനുമായിട്ടും ബന്ധമുണ്ടാകണം. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനുഷ്യനിലേക്ക് കൈമാറാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു സഹോദരി എലീശയുടെ അടുത്ത് വരികയാണ്. എലീശയുടെ അടുത്ത് വന്നിട്ട് എലീശയുടെ അടുത്ത് പറഞ്ഞു, നിന്റെ ശിഷ്യൻ, എൻ്റെ ഭർത്താവ്, ദൈവഭക്തനായിരുന്ന മനുഷ്യൻ മരിച്ചുപോയി. ആമേൻ. 3 കാര്യങ്ങളാണ് പറഞ്ഞേ. എൻ്റെ ഭർത്താവ്, നിന്റെ ദൈവത്തിൻ്റെ ഭക്തൻ, നിന്റെ ശിഷ്യൻ, നിന്റെ കൂടെ നടന്ന ആ ഭക്തനായ മനുഷ്യൻ മരിച്ചുപോയി. ഞങ്ങൾ കടക്കണിയിലായിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു, അടിമകളാക്കാൻ പോകുന്നു. ഉടനെ എലീശ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഉടനെ ആ പാവപ്പെട്ട സഹോദരി പറഞ്ഞു, ഒരു ഭരണി എണ്ണയുണ്ട്. ഉടനെ എലീശ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെന്നൊരു കാര്യം ചെയ്യണം, നിന്റെ അയൽക്കാരോട് നീ വെറും പാത്രങ്ങൾ വാങ്ങണം, വായ്പ വാങ്ങണമെന്നാ. പ്രൈസ് ദ ലോർഡ്. കടത്തിനകത്ത് മുങ്ങാൻ പോകുന്ന ആർക്കെങ്കിലും വായ്പ കൊടുക്കുമോ? ആരും വായ്പ കൊടുക്കത്തില്ലല്ലേ? നമ്മുടെ സിവിൽ സ്കോർ കുറവാണെങ്കിൽ നമുക്ക് വായ്പ കിട്ടുമോ? ഇല്ല. നോക്കിയ കടം കയറി മുടിഞ്ഞ് തീരാൻ കിടക്കുന്നവളോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ചെല്ലുക, നീ ചെന്നിട്ട് വെറും പാത്രങ്ങൾ നീ വായ്പ വാങ്ങണം. അവൾ ചെന്നു. അവൾ അയൽവക്കക്കാരോട് പറഞ്ഞു, വെറും പാത്രങ്ങൾ തരാൻ പറഞ്ഞു.
വെറും പാത്രങ്ങൾ ചോദിച്ച വീട്ടിൽ നിന്നെല്ലാം അവൾ ചോദിച്ചത്രയും വെറും പാത്രങ്ങൾ കൊടുത്തെന്ന. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിന് പ്രശ്നം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവൾക്ക് നേരിട്ട് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ഒരു ദൈവഭക്തന്റെ അടുത്ത് ചെല്ലത്തക്ക രീതിയിൽ ഒരു നല്ലൊരു സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഒരു ദൈവദാസനുമായിട്ട് അവൾക്കുണ്ടായിരുന്നു. ദൈവവുമായിട്ട് മാത്രമല്ല അവൾക്ക് ബന്ധമുണ്ടായിരുന്നത്, അവൾ ചെന്ന് ചോദിച്ചാൽ ഏതു കടത്തിലും അവൾക്ക് പാത്രം കൊടുക്കത്തക്ക രീതിയിൽ അവളായിരുന്നു സൊസൈറ്റിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ ആമേൻ, ആത്മീയതയുടെ പേര് പറഞ്ഞ് ആമേൻ പാട്ടുപാടി സ്തോത്രം പറഞ്ഞു പോകാൻ മാത്രമല്ല ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ എന്നിലൂടെ നിങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മളിലൂടെ അനേകർ യേശുവിനെ അറിയുന്നതിന്, ദേശം ദൈവത്തെ കാണുന്നതിന്, ആ പാവപ്പെട്ട ദൈവദാസൻ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ, ഹലോ, വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചതിനേക്കാളും അപ്പുറത്ത് ഈ പാവപ്പെട്ട സഹോദരിയിലൂടെ അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് അവളിലൂടെ, അവളുടെ കുടുംബത്തിലൂടെ, അവളുടെ തലമുറകളിലെ ലോകത്തിന് നടുവിൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിന്നിലൂടെ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന നിന്നിലൂടെ, നിന്റെ തലമുറയിലൂടെ ഒന്നുകൂടെ കൂട്ടി ഞാൻ ദൂത് പറയാം. ഇന്ന് നിന്റെ മുമ്പിലെ വെല്ലുവിളിയുണ്ടല്ലോ, ഇന്നത്തെ നിന്റെ പ്രതിസന്ധി ഉണ്ടല്ലോ, നീ തീരുമെന്ന് ലോകം പറഞ്ഞ് പരിഹസിക്കുന്ന പ്രശ്നം, ലോകം നിന്നെ നോക്കി നീ ആത്മഹത്യ ചെയ്യുമെന്നും, നീ നിന്ദിക്കപ്പെടുമെന്നും, നീ തകരുമെന്നും, നീ തീർന്നെന്നും, വീടിനകത്തുനിന്ന് കരച്ചിലിന്റെ വിലാപത്തിന്റെ ശബ്ദം പുറത്തു വരുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, അല്ല നിനക്ക് ദൈവവുമായിട്ട് ബന്ധം മാത്രം പോരാ, നിന്റെ ചുറ്റുപാടുകളുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവമക്കൾ തമ്മിലൊരു കൂട്ടായ്മ നിനക്കുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില ദൈവപ്രവർത്തികൾ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ വിടുതൽ മാത്രമല്ല, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവവുമായിട്ടും ബന്ധം വേണം, സൊസൈറ്റിയുമായിട്ടും നമുക്ക് ബന്ധം വേണം. അപ്പോൾ റോമാലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. 1 മുതൽ 8 വരെയുടെ ദൈവവുമായിട്ടുള്ള ബന്ധം. 2, സമൂഹവുമായിട്ട് നമുക്ക് ദൈവമക്കൾ തമ്മിൽ ഒരു ബന്ധം നമുക്കുണ്ടാകണം. റോമാലേഖനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒരു ദൈവപൈതലിന്റെ രക്ഷയുടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. 1 നീതീകരണം, 2 വിശുദ്ധീകരണം, 3 മഹത്വീകരണം. 1 ജസ്റ്റിഫിക്കേഷൻ, നമ്പർ 2 സാന്റിഫിക്കേഷൻ, നമ്പർ 3 ഗ്ലോറിഫിക്കേഷൻ. ആമേൻ. ഈ 3 വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് റോമാലേഖനം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നീതീകരണമാണ്. അപ്പോൾ നീതീകരണത്തെ ഇവിടെ വെളിപ്പെടുത്തുക, ഞാൻ വായിച്ച വാക്യത്തിനകത്ത് തന്നെ നീതീകരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതീകരണം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുയേശുവിൽ കൂടി വിശ്വാസത്താൽ കൃപയാൽ ലഭിക്കുന്ന നീതീകരണം. ദിവസവും പറഞ്ഞു നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല, ആരുമില്ല. ഓൾ ഹാവ് സിൻഡ്, കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു കാലത്ത് നമ്മളെല്ലാം പാപികളായിരുന്നു. ലോകത്തിലെ ഒന്നിനും നമ്മളെ നീതീകരിക്കാൻ കഴിയാതെ അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചവരായിരുന്നു. ലോകത്തിലെ ഒരു പുണ്യകർമ്മങ്ങൾക്കും നമ്മളെ നീതീകരിക്കാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് യേശുക്രിസ്തുവിൽ കൂടി
കൃപയാൽ, ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ. ഹലോ, ദശാംശം കൊടുത്തത് കൊണ്ടല്ല, സ്തോത്ര കാഴ്ച കൊടുത്തതുകൊണ്ടല്ല, കാശ് കൊടുത്തത് കൊണ്ടല്ല, പാപിയായിരുന്ന, പാപി എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന, നിത്യം നരകത്തിന്റെ അവകാശിയായിരുന്ന, പാതാളത്തിന് വിധിക്കപ്പെട്ടിരുന്ന എന്റെയും നിങ്ങളുടെ പേര് മാറ്റി നീതിമാൻ. ഹലോ, എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് നീതീകരിക്കപ്പെട്ടവരാണ്. അത്രയൊക്കെ പറഞ്ഞു പോകാൻ എൻ്റെ മുമ്പിൽ ഇന്ന് സമയമുള്ളൂ. എൻ്റെ ദൂതിലേക്ക് കടക്കണമല്ലോ. ഇൻട്രൊഡക്ഷൻ പറയുക. സ്തോത്രം. നീതീകരണം ലഭിച്ചു. 2, നമ്മൾ വിശുദ്ധീകരണം, വിശുദ്ധന്മാരായി മാറി. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ഹലോ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, വി ആർ നോട്ട് സേവിങ് ആൻ ഓർഡിനറി ഗോഡ്. അവർ ഗോഡ് ഈസ് മോസ്റ്റ് ഹോളി ഗോഡ്. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവം. പരിശുദ്ധനായ ദൈവത്തെ സേവിക്കാൻ എൻ്റെ ദൈവം നമ്മളെ ആരാക്കി മാറ്റി? നമ്മളെ വിശുദ്ധന്മാരാക്കി മാറ്റി. എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് ദൈവസാന്നിധ്യം? ഇന്ന് രാത്രിയിൽ ആമേൻ, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ അവൻ നമ്മെ വിശുദ്ധന്മാരാക്കി. എങ്ങനെ വിശുദ്ധീകരിച്ചത്? വിശുദ്ധ തിരുവെഴുത്തിൽ വാക്യമൊന്നും വായിക്കണ്ട കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ കുറവുകൾ കണ്ടെത്താനും കുറവുകളെ പരിഹരിക്കാനും, ഹലോ, ശുദ്ധീകരണം പ്രാപിക്കാനും നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം ഒത്തിരി ബിസിയുള്ള ആൾക്കാരാ. നമുക്ക് പലതിനും സമയമുണ്ട്, വേദപുസ്തകം വായിക്കാൻ സമയമില്ല. സ്തോത്രം. വേദപുസ്തകം വായിക്കണമെന്നേ ദൈവവചനത്തിനു മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിനും നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ, അങ്ങനല്ലേ വേദപുസ്തകത്തിൽ കാണുന്നത്? യോഹന്നാൻ 17 അതിൽ നമുക്ക് 1 യോഹന്നാൻ നമുക്ക് 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും, അപ്പോൾ രക്തത്താലും വചനത്താലും അനുദിനം ശുദ്ധീകരണം പ്രാപിക്കണം. ഇൻട്രൊഡക്ഷനാണ്, ദൂതി കയറിയില്ല. സ്തോത്രം. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കിട്ടി. നീതിമാന്മാരായി തീർന്ന നമുക്ക്, നമ്മൾ പെന്തിക്കോസുകാരായി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പഴയ അന്യഭാഷ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞോ, നിർത്തണ്ട, അതെങ്കിലും പറഞ്ഞോ. സ്തോത്രം. അപ്പോൾ അത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിലും സ്തോത്രം, ദൈനംദിന ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഞാനും നിങ്ങളും പ്രാപിക്കുന്നില്ല എങ്കിൽ, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ എത്ര വലിയ സംഘടനയുടെ ഭാഗമായി ഞാനും നിങ്ങളും തീർന്നാലും സ്വർഗത്തിൻ്റെ പടി പോലും കാണാൻ പറ്റില്ല എന്നുള്ള ആഴമായ തിരിച്ചറിവ് പ്രാപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? പരിശുദ്ധാത്മാവാണ്. അല്ലാതെ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കാറൊന്നുമല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത് അന്യഭാഷ പറയാനാണ്.
എന്നാൽ അന്യഭാഷ പറയുന്നതിനെക്കാട്ടി വലിയ കാര്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ഇപ്പം വന്ന് നമുക്കില്ലാത്തൊരു സംഭവം ബോധമില്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്തിനെക്കുറിച്ച് ബോധമില്ല? പാപത്തെക്കുറിച്ച്. എന്ത് ചെയ്താലും കുറ്റബോധമില്ലാതെ വരിക, എന്ത് പറഞ്ഞാലും കുറ്റബോധമില്ല. സ്തോത്രം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, ഓ ജീസസ്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നീ പറയുന്ന അന്യഭാഷ യഥാർത്ഥത്തിലുള്ള അന്യഭാഷയാണെങ്കിൽ അത് നമ്മുടെ പാപത്തെ ബോധ്യപ്പെടുത്തും. ആണോ അല്ലയോ? സ്തോത്രം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. അത്രയും പറഞ്ഞ് എൻ്റെ ഇൻട്രൊഡക്ഷൻ അങ്ങ് അവസാനിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ നീതീകരണം, വിശുദ്ധീകരണം, ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് പ്രസംഗിക്കാൻ പോയാൽ ഇതുവരെ നമ്മൾ തേജസ്കരിക്കപ്പെട്ടില്ലല്ലോ. തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിവസം നമുക്കുണ്ട്. ആ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കണമെങ്കിൽ പൗലോസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ത് സാരമില്ല. ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്തോ വിചാരിച്ചാലാ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ കയറ്റി പറയാം, ഏദൻ പൂങ്കാവനത്തിൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ ക്രിസ്തുവേശുവിൽ കൂടി നമുക്ക് മടക്കി തരുമെന്ന് വചനത്തിലൂടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം നീതീകരിക്കപ്പെട്ടെങ്കിൽ, നാം വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ, നാം തേജസ്കരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുന്ന, തേജസ്കരിക്കപ്പെടുന്ന ഒരു ഉയർപ്പിന്റെ ദിവസം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാണല്ലേ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈ ഭൂമിയിലല്ല. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു എന്നെ കൈവിടത്തില്ല, എന്നെ ഉയർപ്പിക്കും വിൺ ശരീരത്തോടെ. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ രോഗമുള്ള ശരീരം, നിന്റെ വേദനയുള്ള ശരീരം, നിന്റെ കണ്ണുനീരുള്ള ശരീരം, നിന്റെ ബലഹീനമായ ശരീരം ഈ മണ്ണോട് മണ്ണായി ചേർന്ന് പോയാലും ലോകത്തിലെ ഒരു സയൻസിനും അതിനെ മണ്ണിൽ നിന്നും വേർപിരിക്കാൻ കഴിയത്തില്ലെങ്കിലും കാഹളം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും. ഓ, ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക. നിന്നെ ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് അന്നിറക്കുന്ന ശക്തിയല്ല, നിന്റെ അകത്ത് ഇന്നുള്ള ദൈവശക്തി, അതാണ് നിന്നെ അന്ന് ഉയർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അന്ന് നിന്നെ ഉയർപ്പിക്കുന്നത്. ആണോ അല്ലയോ? അന്ന് കിട്ടുന്ന ശക്തിയല്ല, ഇന്നത്തെ നിന്റെ മേലുള്ള ദൈവശക്തി. എത്ര പേരും ആ ശക്തി വ്യാപരിക്കുന്നുണ്ട്? ആമേൻ. ക്രിസ്തുയേശുവിനെ മരിച്ചവർ എഴുന്നേറ്റ് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ 60 വയസ്സിന് താഴോട്ടുള്ളവർ വേണം ഈ ശവം അടക്കാനൊക്കെ പോകാൻ.
ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ശവം അടക്കാൻ പോകാനുള്ള പെർമിഷൻ ഇല്ല. ആ കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് ധാരാളം ഡെഡ് ബോഡീസ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ശാന്തി കവാടം എന്ന് പറയുന്ന ഇലക്ട്രിക് ശ്മശാനമുണ്ട്, ശാന്തി തീരം എന്ന് പറയുന്ന നെടുവങ്ങാട് ശ്മശാനമുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ഭക്തന്മാരുടെ, ദൈവദാസിമാരുടെ ഡെഡ് ബോഡി കൊണ്ട് കത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോവിഡാണ് എല്ലാവർക്കും, പാസ്റ്ററേ എൻ്റെ മൂത്ത ബ്രദർ ദൈവദാസനാ മരിച്ചുപോയി, കൊണ്ടുപോയി കത്തിക്കാൻ കൊടുക്കാൻ നേരത്ത് പ്രാർത്ഥിക്കാൻ ഒരാളെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, പാസ്റ്ററിനൊന്ന് പോയി ആ ബോഡി മേടിച്ച് നെടുവങ്ങാട് ശാന്തിതീര ശ്മശാനത്തിൽ കൊണ്ട് കത്തിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പോകാം. കാരണം അത് കേട്ടപ്പോൾ ഞാൻ, പാസ്റ്റർ എന്ത് ചെയ്യും, ഞങ്ങളെല്ലാം കോവിഡായിട്ട് കിടക്കുക, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്യും, ഭാര്യയും മക്കളും എല്ലാം കോവിഡാ, വെളിയിറങ്ങാൻ പറ്റില്ല. ആ ദൈവദാസൻ്റെ ഭൗതിക ശരീരം ഒന്ന് കത്തിക്കാൻ കൊടുക്കാൻ പാസ്റ്റർ ഒന്ന് പോകാമോ? മനസ്സിലായിക്കോണേ, ഈ അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ആ നിസ്സഹായ അവസ്ഥയെ ഞാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. PP കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോവുക. ആദ്യം വാങ്ങിച്ചിട്ട് PP കിറ്റ് കൈ പൊക്കിയപ്പോൾ കീറിപ്പോയി. കാരണം എൻ്റെ സൈസിലുള്ള സാധനം കിട്ടുന്നില്ല. സ്തോത്രം. അവസാനം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഈ റോബർട്ടൊക്കെ നടന്നു പോകുന്ന പോലെ ഞാൻ ഇങ്ങനെ നടന്നു പോയി അടക്കാൻ വേണ്ടി ചെന്ന് ആ ബോഡി കൊണ്ടുവന്ന് കത്തിക്കാനായിട്ട്. പെരുമഴയാണ്, ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. ഈ ഡെഡ് ബോഡി അങ്ങോട്ട് വെച്ചു കൊടുത്തു. കംപ്ലീറ്റ് പാക്ഡാണ്. ആ പാക്ക് ചെയ്ത ബോഡി മുഖം പോലും കാണാൻ വയ്യ. വെച്ച് കൊടുത്തപ്പോൾ ഞാൻ വേദപുസ്തകം എടുത്ത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ ആ വേദഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഭൗതിക ശരീരം ഈ ഇലക്ട്രിക് പ്ലേറ്റിൽ വെച്ച് 1 മിനിറ്റ് കൊണ്ട് ചാരമായി. ഈ ചാരം വാരിക്കൊണ്ട് മഴയത്ത് കളഞ്ഞ് ഇത് ഇവിടുന്ന് ഒഴുകി എവിടെ പോയാലും ഈ ഭക്തന്റെ ശരീരം കാഹളം കേൾക്കുമ്പോൾ തേജസ്സോടെ എഴുന്നേൽക്കും. ഇത്ര വലിയ പ്രത്യാശയുള്ള എത്ര പേര് ഈ ഭൂമിയിലുണ്ട്? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം. ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുക. ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് നീ കരയുന്ന ചില വിഷയത്തിന്റെ മേൽ, നടക്കത്തിലെന്ന് എഴുതിത്തള്ളി ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്തം പരമായ ശക്തി Get ready, receive the power in the name of Jesus. ആന്തരിക അവയവങ്ങളെ കെട്ടിയ കെട്ടുകളെ ഇന്നഴിക്കാൻ ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഇപ്പൊ തേജസ്കരണം എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ല. അപ്പം നമ്മളെല്ലാം തേജസ്സുള്ളവരായി മാറും. നമ്മളെല്ലാം നമ്മുടെ കർത്താവിനെ കർത്താവ് ഇരിക്കുന്ന പോലെ കാണും. ഇപ്പം കാണാൻ പറ്റുമോ? ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹിതന് ദൈവം വിളിച്ച് അബ്രഹാം നേരിട്ട് കണ്ടില്ലല്ലോ, ശബ്ദം കേട്ടല്ലേ ഉള്ളൂ. പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്രയൊക്കെയല്ലേ കണ്ടുള്ളൂ. കർത്താവിൻ്റെ കൂടെ നടന്ന മോശ പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നെ ഒന്ന് കാണണം. കർത്താവ് പറഞ്ഞു, നീ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരിക്കെ, ഞാൻ എൻ്റെ തേജസ്സിൻ്റെ അറ്റമൊന്ന് കാണിക്കാം. എന്നാൽ യോഹന്നാൻ 3-ാം അധ്യായം 1 യോഹന്നാൻ 3:1 പറയുന്നു, താൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണും. എന്നറിയാമോ? ആ തേജസ് പ്രാപിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ കൊച്ചു മനുഷ്യൻ ഈ നീതീകരണം എന്ന വിഷയം പറഞ്ഞു വന്നപ്പോൾ പൗലോസിന് റോമാലേഖനത്തിൽ അബ്രഹാമിനെ വിട്ടത് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ചില വിഷയങ്ങൾ വരുമ്പോൾ ചിലരെ കുറിച്ച് പറയാതെ ചെയ്യാൻ
മനസ്സിലായില്ല നിങ്ങൾക്ക്? ചില വിഷയത്തിൽ ദൈവം ചിലരെ അങ്ങ് നിർത്തുവന്നേ. അങ്ങനെ ചിലരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഈ 4-ാം അധ്യായം മുഴുവൻ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അതിനകത്ത് കുറച്ച് വാക്കുകൾ മാത്രം ദാവീദിനെ കുറിച്ചൊന്ന് പറഞ്ഞുപോയി. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. സമയം മുന്നോട്ട് പോയി. എന്താണെന്നറിയാമോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 17-ാമത്തെ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഹലോ, ഈ അബ്രഹാമിനെ കുറിച്ച് മോശ എഴുതിയപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്തല്ലേ ഇങ്ങനെ എഴുതി വന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അന്നേരത്തെ അവൻ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു എന്നൊക്കെയല്ലേ പറഞ്ഞുള്ളൂ. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ആത്മീക വെളിപ്പാട് പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്ന് പൗലോസ് ആത്മാവിൽ രേഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു പൗലോസ് രേഖപ്പെടുത്തിയത്? പൗലോസ് പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടതല്ല. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് അടിവരയിട്ട് പറയുക. എന്താണ് വിശ്വാസത്തിൻ്റെ ആഴം? ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന്. ആമേൻ. എന്താ അബ്രഹാം വിശ്വസിച്ചേ? മരിച്ചവരെ. 2, മരിച്ചവരെ മാത്രമല്ല, ഈ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, ഒന്നുകൂടെ പറഞ്ഞ, നാസ്തിത്വത്തിൽ നിന്ന് ആസ്തിത്വത്തെ ഉളവാക്കാൻ. അബ്രഹാം ദൈവം അത്ഭുതം ചെയ്തൊന്നും കണ്ടില്ലല്ലോ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിയുടെ മധ്യത്തിലുള്ള മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ അബ്രഹാമിന് എൻ്റെ ദൈവത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച സംസാരത്തിനകത്തുനിന്ന് അബ്രഹാമിന് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് കിട്ടി. അബ്രഹാം നീ എങ്ങോട്ട് പോകുക എന്ന് അബ്രഹാമിനോട് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു ദൈവത്തെ കണ്ടു. അവനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് എനിക്ക് കിട്ടി. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും എന്നേക്കാൾ നിങ്ങളെക്കാൾ കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്കാർക്കും കിട്ടാത്ത വെളിപ്പാട് നമുക്ക് കിട്ടിയത് നമ്മുടെ അറിവിൻ്റെ കൂടുതൽ കൊണ്ടല്ല, എഡ്യൂക്കേഷൻ്റെ കൂടുതൽ കൊണ്ടല്ല, പാരമ്പര്യം ഉള്ളത് കൊണ്ടല്ല, പിന്നെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് ഈ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് തന്നതുകൊണ്ടാണ്. ആഴിയെന്നോർക്കാതെ, ആഴം ആരായാതെ, അലകൾക്ക് തന്നെ ഭയപ്പെടാതെ ഈ വചനമെടുത്തുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഇറങ്ങാൻ കൃപ പ്രാപിച്ചത് ആ വെളിപ്പാടാ. നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടാത്ത വെളിപ്പാട് നമുക്ക് കിട്ടിയില്ലേ? ഞാൻ ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ പിതാവ് ഒരു എക്സ് എയർഫോഴ്സാണ്. മരിക്കുന്നവരെ തികഞ്ഞ മദ്യപാനിയായിരുന്നു. സ്തോത്രം. ജോസ്റ്റാനൊക്കെ അറിയാം, കുടുംബം പോലെ കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. തികഞ്ഞ മദ്യപാനി. എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് പാസ്റ്റർ ദാനിയേലിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ തിരുവെഴുത്ത് നിങ്ങളോട് പ്രസംഗിക്കാൻ എൻ്റെ ദൈവം നിർത്തിയത് എൻ്റെ അപ്പൻ്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയതല്ല, എൻ്റെ പിതാക്കന്മാർക്ക് കൊടുക്കാത്ത വെളിപ്പാട്. ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഭവമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. പിതാക്കന്മാർക്ക് ലഭിക്കാത്ത വെളിപ്പാട് ദൈവം നിനക്ക് തന്ന് നിന്നെ വലങ്കരത്തിൽ പിടിച്ച് നിന്നെ പുറത്തിറക്കി കൊണ്ടുവന്നെങ്കിൽ നിന്നെ വിളിച്ച ദൈവം
ഹല്ലേലൂയ. എൻ്റെ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. എൻ്റെ ദൈവം നാസ്തിത്വത്തിൽ നിന്നും ആസ്തിത്വം വിളിച്ചു വരുത്തുന്നവൻ. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തി ചെയ്യാൻ പ്രാപ്തൻ. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. അവൻ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്നവൻ, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ. ഈ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ ദൈവത്തിന്റെ വൈതലേ, ഈ ദൈവ ശബ്ദം കേട്ട് നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ഈ ദൈവം നിന്നെ കൈവിടത്തില്ല. ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിഷയം, നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ, നിന്നോട് പറഞ്ഞ ആലോചനകളെ, ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. നീ വിശ്വസിച്ചതിനെ നിന്റെ കയ്യിൽ തരാൻ യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ പൊട്ടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. എൻ്റെ ദൈവം മരിച്ച് ഉള്ളതിൽ നിന്ന് ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം അറിയുന്നവർ ഇന്ന് രാത്രി ഇത് പ്രാർത്ഥിച്ച് തീർക്കുന്നതിന് മുമ്പ് നിന്റെ നിർജീവമായി പോയ ചില അവയവങ്ങളെ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പം 12, 13, 14, 15, 16, 17, 18 അധ്യായങ്ങളൊക്കെ പഠിക്കും. ഓരോ അധ്യായത്തിലും ദൈവം ഡിഫറൻ്റ് ആയിട്ട് ഇടപെടുക. സ്തോത്രം. ആമേൻ. ഇങ്ങോട്ട് വരുമ്പോൾ നിരാശപ്പെട്ടു പോയ, നമ്മളൊക്കെ നിരാശപ്പെടുന്നവരല്ലേ? നിരാശപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഇവിടെ ദാവീദ് പറഞ്ഞില്ലേ വിഷാദിച്ചുള്ളു നിരങ്ങുന്നത് എന്തെന്ന്? സ്തോത്രം. അപ്പം വിഷാദവും ഡിപ്രഷനും ഡിമോഷനും ഒക്കെ നമുക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ നീ എന്നും അതിനകത്ത് കുടുങ്ങാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നീ എന്നും അതിനകത്ത് കുടുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. നിരാശപ്പെട്ട് അബ്രഹാം മുറിക്കകത്ത് കടകടച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇറങ്ങിച്ചെന്നു. അബ്രഹാമിനോട് മോനെ നീ അകത്തിരിക്കണ്ട, നീ പുറത്തിറങ്ങ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? നീ പലപ്പോഴും അകത്തളത്തിൽ നിന്നെ ഒതുക്കിക്കളയാൻ, ബെഡ്റൂമിൽ അകത്തു നിന്ന് ലോക്ക് തുറന്ന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ അകത്തളത്തിൽ ഒതുക്കി നിന്നെ തകർത്ത് കളയുന്ന അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ബ്രേക്ക് ചെയ്യാം. I break it in the name of Jesus. തലമുറകളെ കെട്ടിയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. Power in the name of Jesus. മുറിക്കകത്ത് അടച്ചിരുന്ന അബ്രഹാമിനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ ഇതെന്ന് എണ്ണാൻ പറഞ്ഞു. നിനക്ക് എണ്ണാമോ എന്ന് ചോദിച്ചു. നീ നിരാശപ്പെടണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് സർവശക്തനായ ദൈവം അബ്രഹാമിനോട്, ഐ ആം യുവർ ഗോഡ്. ഞാൻ ആരാന്നറിയാമോ? ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനാ. ഈ നാഴിക്കകത്തെ മണത്തരി എണ്ണാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നിന്റെ സന്തതിയെയും ലോകത്തിൽ ആർക്കും എണ്ണാൻ പറ്റില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പേർ ചൊല്ലി വിളിക്കുന്ന സർവശക്തനായ ദൈവം, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുന്ന സർവശക്തനായ ദൈവം ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അളന്നു നിർത്തിയിരിക്കുന്ന ആകാശത്തിലെ പേർ ചൊല്ലി വിളിക്കുന്ന ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കൊരു വിഷയമുണ്ട്. നമ്മളിതൊക്കെ പറയുമെങ്കിലും നമുക്കങ്ങോട്ട് ഏറ്റെടുക്കാൻ വലിയ പാടാ, അല്ലേ?
മരിച്ചവരെ ഉയർപ്പിക്കും, ഡെഡ് ബോഡിയെ ഉയർത്തും. കർത്താവിന് എന്താ സാധ്യമാകാത്ത? ഡെഡ് ബോഡിയല്ലേ. ഉള്ളതിൽ നിന്ന് ഉയർപ്പിക്കാനും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലോട്ട് നീ 5 അപ്പം കൊടുത്തേ, 5000 പേർക്കത് സമൃദ്ധിയായി കൊടുക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടോ? ഉള്ളതിനെ, നിന്റെ ചെറുതിനെ വർദ്ധിപ്പിക്കാനും, നിന്റെ ഒന്നുമില്ലാത്തതിനെ ഉള്ളതുപോലെ ഉണ്ടാക്കിത്തരാനും. ചുമ്മാ പറയല്ല, സംഭവിച്ചിരിക്കും. നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് ചീഞ്ഞു നാറിയിരിക്കുന്ന ലാസറിൻ്റെ കല്ലറയിലേക്ക് യേശു വന്നില്ലേ? യേശു വന്നു. യേശു വന്നു കഴിഞ്ഞിട്ട് യേശു അവിടെ വന്നിട്ട് യേശു പറഞ്ഞു, മാർത്തയോട് പറഞ്ഞു, ലാസർ ഉയർത്തെഴുന്നേൽക്കും. ലാസർ, അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞു, ലാസർ ഉയർത്തെഴുന്നേൽക്കും. നമ്മളെപ്പോലായിരുന്നു മാർത്ത. പുള്ളിക്കാരി കുറച്ചുകൂടെ കർത്താവിന് അപ്പുറത്ത് കയറി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഉയർത്തെഴുന്നേൽക്കും ഒടുക്കത്തെ നാളിൽ. നമ്മളെല്ലാം അങ്ങ് കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന പാർട്ടികൾ നമ്മളെല്ലാം. ഞാൻ പറയും, അങ്ങ് കിട്ടും. ഇവിടെ നീ ജീവിച്ചാൽ അങ്ങ് കിട്ടും. ഇവിടെ ജീവിച്ചാൽ അങ്ങും കിട്ടും, ഇങ്ങും കിട്ടും. ദൈവം നിന്നെ അനാഥനായി വിടത്തില്ല. യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നിത്യത തരാനാ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം നിത്യതയാ. എന്നാൽ ഈ ലോകത്തിൽ നീ പരസ്യ കോലമാകാൻ, തലകുനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മാർത്ത പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. കുറച്ചുപേർ അവിടെ നിന്നവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കുരുടൻ്റെ കണ്ണ് തുറക്കാൻ പറ്റിയ ഇവന് ലാസറിനെ മരിക്കാതാക്കാൻ. അവരുടെ വിശ്വാസം എവിടെ വരെ ഉള്ളൂ? മരിച്ചാൽ പിന്നെ രക്ഷയില്ല. മരിക്കുന്നതിന് മുമ്പ് അതിന് കിട്ടിയ. പ്രൈസ് ദ ലോർഡ്. ചിലരുടെ വിശ്വാസത്തെക്കുറിച്ചാ. എന്നാൽ യേശു പറഞ്ഞില്ല, ലാസർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. ഉടനെ മാർത്ത പറഞ്ഞു, കല്ലുരുട്ടി മാറ്റരുത്. നമ്മുടെ പ്രതീക്ഷ 3 ദിവസം വരെ ആയിരുന്നു, അല്ലേ? 3 ദിവസത്തിനകത്ത് നീ വന്നിരുന്ന് നടന്നേനെ. ഇപ്പം 4-ാം ദിവസമായി. നടക്കാൻ ഒരു സാധ്യതയില്ല. ചീഞ്ഞ് നാറി, ബോഡി അഴുകി, ആമേൻ, നാറ്റം വമിച്ചു, നടക്കത്തില്ല. കർത്താവ് പറഞ്ഞ് കല്ലുരുട്ടി മാറ്റ. ഓ സ്തോത്രം. അവിടെയും യേശു പറഞ്ഞത് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മാർത്ത അവിശ്വാസം പറഞ്ഞപ്പോഴും കല്ലുരുട്ടാൻ ആളുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ആരൊക്കെ അവിശ്വാസം പറഞ്ഞാലും അത്ഭുതം നടക്കും. കല്ലുരുട്ടാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരാളെങ്കിലും കുവൈറ്റിലുണ്ടെങ്കിൽ, യെസ്, അങ്ങനെ ദൂത് പറയുക. ദൈവനാമത്തിലൂടെ നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ദൈവത്തെ നീ പരിമിതപ്പെടുത്തില്ല, കേട്ടോ. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ നീ പരിമിതപ്പെടുത്താൻ പോകരുത്. ദൈവത്തെ നീ ഒതുക്കാൻ പോകരുത്. എൻ്റെ ദൈവം അൺലിമിറ്റഡാ. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഇന്ന് രാത്രി അത്രയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിർത്ത്. ഈ കുറേ നാളൊക്കെ നമ്മൾ ആരാധിച്ചു കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോകും. നമ്മുടെ ഒരു സ്വഭാവം അത്. സ്തോത്രം. കർത്താവ് എന്ത് പറഞ്ഞപ്പോഴും മാർത്ത പറയുന്നത് അങ്ങനല്ല. ഇത് ചീഞ്ഞ് നാറിപ്പോയി, കർത്താവ് ഇനി ഉരുട്ടണ്ട എന്നാരോ പഠിപ്പിക്കുക. നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കുക. ഇപ്പം കർത്താവിന് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത പത്രോസ് 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ വേണ്ടി ഒരു ദർശനം പുള്ളിയെ കാണിച്ചു. പുള്ളി വിശന്നിരിക്കുക, ഭയങ്കര വിശന്ന് തളർന്നിരിക്കുക. ഫുഡ് കിട്ടാൻ കൊതിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്തു? 4 അറ്റവും കെട്ടിയ ഒരു തുപ്പട്ടി പോലൊരു പാത്രം താഴോട്ട് ഇറക്കി കൊടുത്തു. അതിനകത്ത് ഇഴജാതി, നാൽക്കാലി എല്ലാം ഉണ്ട്, പക്ഷി, സകലതും ഉണ്ട്. കർത്താവ് പറഞ്ഞ് അത് അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചെന്താ പറഞ്ഞു? കർത്താവെ ഒരിക്കലും പാടില്ല. ആരോട് പറയാ? ഇത് ഇപ്പം അങ്ങോട്ട് പഠിപ്പില്ല. സ്തോത്രം. എൻ്റെ കർത്താവ് നിന്നോട് എന്തു പറയുന്നു അത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്?
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വ്യക്തമായി ദൂത് പറയുക, ദൈവം നിന്നോട് പറയുന്നത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഈ ഹോള് വിട്ട് നീ പുറത്തു പോകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ചില പ്രത്യക്ഷമായ വിടുതലുകളെ ജീസസ് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം അനുസരണത്തിലേക്ക് ചെല്ലുമെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ജീസസ്. വിശ്വാസം അനുസരണത്തിലേക്ക് എപ്പം വരുമോ അവിടെ ദൈവപ്രവൃത്തി നടക്കും. ആമേൻ. സാറാ ചിരിച്ചു പോലെ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കാതിരുന്നാൽ മതി. ഇന്ന് രാത്രി 100% വിശ്വസിക്കുക, എൻ്റെ ശരീരത്തിൽ ഇന്ന് രാത്രി ഈ യോഗം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് എൻ്റെ നിർജീവമായി പോയ അവയവത്തെ ജീവിപ്പിക്കാൻ, ഞാൻ മരിച്ചുപോയ വിഷയത്തിന് ഒരു അത്ഭുതങ്ങൾ ചെയ്യാൻ ഒരു വാക്കൂടെ ഞാൻ പറയാം. എഴുതി വച്ചിരിക്കുന്ന കാര്യമുണ്ട്. അവൻ ആശയ്ക്ക് വിരോധമായി, ആശയോടെ, വാ തുറന്ന് പറഞ്ഞ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്തും അവൻ പ്രതീക്ഷിച്ചു. ഒരത്ഭുതം നടക്കാൻ സാധ്യത ഇല്ലാത്തടത്തും തൻ്റെ ശരീരം നിർജീവമായി പോയി. വേണേ പറയാം, പ്രസംഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞിട്ട് പോകാം, ദൂത് പറയുന്ന ആൾക്ക് ദൂത് പറയാം. എൻ്റെ ശരീരം നിർജീവമായത് എനിക്കല്ലേ അറിയാവൂ. ഹലോ അവൻ സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയത് സാറയ്ക്കും അബ്രഹാമിനും അല്ലേ അറിയാവൂ. ദൈവം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ നിർജീവതയല്ല ദൈവത്തിന് വിഷയം, നിന്റെ വിശ്വാസമാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് കൈമാറുകയാ. നിനക്ക് ആഴമായി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആമേൻ ആമേൻ ഹല്ലേലൂയ, താഴ്വരയിലെ അസ്ഥിക്കൂമ്പാരങ്ങൾ, ആമേൻ, ചെതറിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടം പ്രവാചകനെ അതിനകത്ത് എടുത്തോണ്ട് കൊണ്ടുപോയി നിർത്തി. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയാൻ പോകുന്ന ദൂത് എന്താണെന്നറിയാമോ? പ്രവചിക്കാൻ ഒരു അഭിഷക്തനുണ്ടെങ്കിൽ, കല്ല് നീക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അത്ഭുതം നടക്കും. എസക്കിയേലിനെ ആ അസ്ഥികൾക്ക്, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി ചുറ്റി, ഒരു ചുറ്റിലൂടെ ഞാൻ കൂടുതൽ ചുറ്റിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ചുറ്റി ചുറ്റി ഞാൻ ഒന്നുകൂടെ ചുറ്റിക്കുക. ബൈബിൾ കോട്ടി പറയല്ല എന്ന് പറഞ്ഞാൽ ആസ്തികൾക്കിടയിലൂടെ അവനെ മുഴുവൻ നടത്തി. അതിൻ്റെ ഒറിജിനൽ സിറ്റുവേഷൻ മനസ്സിലാക്കി കൊടുത്തെന്ന്. ഒറിജിനൽ സിറ്റുവേഷൻ. ഇന്ന് രാത്രി ചില പ്രതിസന്ധികളുടെ അസ്ഥിക്കൂമ്പാരങ്ങൾക്കകത്തൂടെ, അസാധ്യതകളുടെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരാശയ്ക്കും വകയില്ലാതെ തള്ളിക്കളഞ്ഞ ചില വിഷയങ്ങൾക്കകത്തൂടെ നിന്നെ നടത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. അത് ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചോ? Get ready. ഒരു വിടുതൽ നടക്കുക. ഇപ്പോൾ ഒരു അത്ഭുതം നടക്കുക. ജീസസ്, എന്റെ കർത്താവ് നിന്നോട് ചോദിക്കുന്നു, എസെക്കിയേലിന് ചോദിച്ചതുപോലെ ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. നടക്കാൻ സാധ്യതയുണ്ടോ? ഇന്ന് രാത്രി വിടുതൽ നടക്കുമോ? അത്ഭുതം നടക്കുമോ? പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, ഇന്ന് രാത്രി നടക്കും. നീ തള്ളിയ ചില വിഷയത്തിൽ, നീ അടച്ചു വച്ച ചില വിഷയത്തിൽ ഒരത്ഭുതം ഇന്ന് രാത്രി നടക്കുമെന്ന് ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നത് ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ശരീരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്നു.
നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് എത്തിച്ചെല്ലാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഗെറ്റ് വിട്ടുകൊടുത്തേ. ഇന്ന് രാത്രി അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെടും. നിന്റെ ശരീരത്തിൽ ഡോക്ടർമാർ എഴുതി തള്ളിയതിനെ തലമുറയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ചില ഫയലുകളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിനക്കെതിരെ എഴുതിയ ദുഷ്ടപിശാചിന്റെ കൈയെഴുത്തുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി മായിക്കുന്നത് ദൈവാത്മാവ് കാണിക്കുന്നു. നിന്റെ നിർജീവമായി പോയ അവയവത്തിനകത്തൂടെ മഹത്വം പുറത്തു വരുന്നത് രക്തം ജയം. ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? എസെക്കിയേൽ പറഞ്ഞു, ജീവിക്കാൻ എനിക്കറിയില്ല കർത്താവേ, നീ അറിയുന്നു. ദൈവം പറഞ്ഞു, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. സ്പീക്ക് ടു ദ ഡ്രൈ ബോൺസ്. Speak to the dry bones. നീ അസ്ഥിയെ നോക്കി പ്രവചിക്കുക. പ്രവചിക്കണമെങ്കിൽ വിശ്വാസം വേണം. പ്രവചിക്കണമെങ്കിൽ അനുസരണം വേണം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ, അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. അനുഭവങ്ങളൊക്കെ പറയണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എഴുന്നേറ്റ് നിൽക്കാൻ എത്ര പേർ കഴിയും? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു. ചില ശരീരങ്ങളിൽ ചെറിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. രോഗത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നു. ആമേൻ. നിർജീവമായി പോയ നിന്റെ അവയവങ്ങളെ ദൈവം ജീവിപ്പിക്കുന്നു. നിർജീവമായി പോയ ഗർഭപാത്രങ്ങളെ ദൈവം ജീവിപ്പിക്കുന്നു. ആമേൻ. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്. ഏറ്റെടുക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? കൊയറിവിടെ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്തൃദാസന്മാർ മുമ്പോട്ട് വന്നാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.